വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. വന്യമൃഗ ശല്യത്തിന് പരിഹാരം കാണാനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിൽ സർക്കാരിൻ്റെ മെല്ലെപ്പോക്ക് ജനങ്ങളോടുള്ള നിസ്സംഗതയാണെന്നും വിമർശനമുയർന്നു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ ഈ വന്യമൃഗ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട മരണത്തിനെതിരെ വലിയ വിമർശനങ്ങൾ സമൂഹത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. അതിന്റെ തുടർച്ചയാണ് മാർ റാഫേൽ തട്ടിലിന്റെ പ്രതികരണവും. ആളുകൾ നോക്കി നിൽക്കുകയാണ് ഇന്നലെ അജിക്ക് ജീവൻ നഷ്ടമായത്. റേഡിയോ കോളർ ധരിപ്പിച്ചത് അല്ലെങ്കിൽ ഒരു ആന കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് എത്തി ഒരാളെ കൊലപ്പെടുത്തുന്നത് അത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. കേരളത്തിന് അതൊരു വലിയ അഭിമാനമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം കുറേ നാളുകളായി ഈ വന്യജീവി പ്രശ്നങ്ങൾ നിരന്തരമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു പരിഹാര മാർഗങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്, നിസ്സംഗതയായി കാണണം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇനിയും ഇത്തരം നടപടികൾ ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ പേർക്ക് ജീവൻ നഷ്ടമാകും. പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിലെ ജനങ്ങൾ എല്ലാ ദിവസത്തിനും അവർക്ക് അതിജീവനത്തിൻ്റെതായി മാറുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. അവരുടെ കൃഷി നശിക്കുന്നു, വീടുകൾ നശിപ്പിക്കുന്നു. അപ്പോഴും എന്തുകൊണ്ടാണ് കൃത്യമായ പദ്ധതികൾ രൂപീകരിക്കാൻ സർക്കാർ തയ്യാറാകാത്തതെന്ന് ചോദ്യം മാർ റാഫേൽ തട്ടിൽ ചോദിക്കുന്നുണ്ട്. സർക്കാരിന് രൂക്ഷമായ വിമർശനം തന്നെയാണ് സഭയുടെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. മനുഷ്യജീവന് കൂടുതൽ പ്രാധാന്യം നൽകണം, മൃഗങ്ങളുടെ ജീവനേക്കാൾ കൂടുതൽ പ്രാധാന്യം മനുഷ്യജീവനുണ്ട് എന്നൊരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ അത്തരത്തിലൊരു സന്ദേശം അദ്ദേഹം നൽകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പദ്ധതികൾ രൂപീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന ഒരു മുന്നറിയിപ്പാണ് ഈ പ്രസ്താവനയിലൂടെ സഭ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന്റെ വിമർശനം സർക്കാർ ഏറ്റെടുക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. നേരത്തെ സഭ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. ഈ മലയോര ജനങ്ങൾക്ക് വേണ്ടി കണ്ണൂരും ഇടുക്കിയിലും വയനാടും എല്ലാം പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. അതിന് തുടർച്ച തന്നെയാണ് ഈ വിമർശനം. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഈ വിമർശനത്തിന് സർക്കാർ സ്വീകരിക്കാനുള്ള സാധ്യതയും നിലവിൽ കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്ന വിഷ്ണു സുരേഷാണ്.